ആവശ്യം നേടിയെടുക്കാനുള്ള നമസ്കാരം, ഇങ്ങനെയുള്ള ഒരു നമസ്കാരം ഉണ്ടോ? എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായി. ഇവിടെ സ്വലാത്തുൽ ഹാജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഒരു ഹാജത്തുണ്ടെങ്കിൽ, ഒരാവശ്യമുണ്ട് അള്ളാഹുവിൽ നിന്ന് അല്ലെങ്കിൽ സൃഷ്ടികളിൽ നിന്ന്, അത് നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ഒരു പ്രത്യേക നമസ്കാരം, ആ നമസ്കാരം നിർവഹിച്ചാൽ നമുക്ക് ഈ കാര്യം നേടിയെടുക്കാൻ സാധിക്കും. ഈ നിലക്കാണ് ആ നമസ്കാരം പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നമുക്ക് എന്താണ് ആ നമസ്കാരത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലാണ് ഈ ആശയം വന്നിട്ടുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ അൽ അസ്ലമി അദ്ദേഹം പറയുകയാണ്, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, മൻ കാനത്ത് ലഹു ഹാജത്തുൻ ഇലല്ലാഹ്, ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്നൊരു ഹാജത്ത്, ഒരാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഔ ഇല അഹദിൻ മിൻ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് വല്ല ആവശ്യവും നേടിയെടുക്കാനുണ്ടെങ്കിൽ, ഫലിയതവദ്ദ വലിയുസല്ലി റക്അത്തൈൻ, അവർ വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിക്കട്ടെ. സുമ്മ ലിയഖുൽ, എന്നിട്ട് പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മൂജിബാതി റഹ്മതിക വ അസായിമ മഗ്ഫിറതിക വൽ ഗനീമത മിൻ കുല്ലി ബിർരിൻ വസ്സലാമത മിൻ കുല്ലി ഇസ്മിൻ, അസ്അലുക അല്ലാ തദഅ ലി ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജ്ത വലാ ഹാജതൻ ഹിയ ലക റിദൻ ഇല്ലാ ഖദൈതഹാ ലി, സുമ്മ യസ്അലുല്ലാഹ മിൻ അംരി ദുനിയ വൽ ആഖിറ വമാ ഷാ ഫഇന്നഹു യുഖദ്ദർ. ഇങ്ങനെ വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ ചൊല്ലിയിട്ട് പിന്നീട് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ആവശ്യം അയാൾക്ക് ഖദറാക്കുമെന്നാണ്. ഇവിടെ ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ഈ ദുആകളുടെ അർത്ഥവും ആശയവും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഹദീസ് അങ്ങേയറ്റം ദുർബലമായതും ചില പണ്ഡിതാഭിപ്രായ പ്രകാരം കെട്ടിച്ചമക്കപ്പെട്ടതുമായ ഹദീസാണ്. മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കാര്യകാരണ സഹിതം അത് വിശദീകരിക്കുന്നുണ്ട്. ദഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലമായത് എന്ന് ഒരിടത്തും, മൗദൂഉൻ, കെട്ടിച്ചമക്കപ്പെട്ടത് എന്ന് മറ്റൊരിടത്തും അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും സ്വലാത്തുൽ ഹാജ എന്ന ഒരു നമസ്കാരമുണ്ട് എന്നും ഈ രൂപത്തിലെല്ലാം ചെയ്താൽ നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാമെന്നും പറയുന്നത്. എന്നാൽ അറിയുക സഹോദരങ്ങളെ, ഇതേപോലെയുള്ള നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ, അതേപോലെ തന്നെ അതിൽ ചൊല്ലാനുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ അതങ്ങനെ തന്നെ ചൊല്ലണമെങ്കിലൊക്കെ നമുക്ക് വ്യക്തമായ സ്വഹീഹായ ഹദീസുകളുടെ പിൻബലം വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് ദുർബലമായതിനാൽ സ്വലാത്തുൽ ഹാജ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക നമസ്കാരമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഈ പ്രത്യേകമായ ദുആകളും ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് നിർവഹിക്കുക സാധ്യമല്ല. എന്നാൽ അതേ സന്ദർഭത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞു, എല്ലാ നമസ്കാരവും യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തന്നെയാണ്. കാരണം നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടൂ. നമസ്കാരം അതിമഹത്തായ ഇബാദത്താണ്. അതേ സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും വലിയ രംഗമാണ് നമസ്കാരം, പ്രത്യേകിച്ചും സുജൂദിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സുജൂദിൽ ധാരാളമായി ദുആ ചെയ്യൂ. നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ അത് നന്മ നിറഞ്ഞതാണെങ്കിൽ നമുക്ക് സുജൂദിൽ റഹ്മാനായ റബ്ബിനോട് ചോദിക്കാം. അതേപോലെ തന്നെ തശഹുദിൽ നമുക്ക് അത്തഹിയാത്ത്, അതേപോലെ തന്നെ സ്വലാത്ത്, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ധാരാളമായി ദുആ ചെയ്യാം. ഖിയാമുൽ ലൈൽ നമസ്കരിച്ചുകൊണ്ട് സുജൂദിലും നമുക്ക് സുദീർഘമായി ദുആ ചെയ്യാം. അപ്പോൾ നമസ്കാരം എന്നത് പൊതുവേ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെയുള്ള ഒരു പരിഹാരം തന്നെയാണ്. പരലോകത്ത് മറ്റു ഇബാദത്തിൻ്റെ നന്മകൾ ധാരാളമായി ലഭിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇതേ രൂപത്തിലുള്ള ആവശ്യങ്ങൾ റഹ്മാനായ റബ്ബിനോട് പറയാനുള്ള ഒരു വേദി കൂടിയാണ് എല്ലാ നമസ്കാരങ്ങളും. അതുകൊണ്ടാണ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സ്വല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നമസ്കാരത്തിലേക്ക് തിരിഞ്ഞിരുന്നു. അവിടെ ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത്, നിർബന്ധ നമസ്കാരങ്ങളുടെ സമയമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ജമാഅത്ത് തുടങ്ങാൻ ധൃതി കാണിച്ചു. ഇനി മറ്റു സുന്നത്ത് നമസ്കാരങ്ങളുടെ സന്ദർഭമാണെങ്കിൽ ആ നമസ്കാരത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ധൃതി കാണിച്ചു. ഇനി പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളുടെയോ ഫർള് നമസ്കാരത്തിൻ്റെയോ സമയമല്ലെങ്കിലോ മുത്തലക്കനായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. വുദു എടുത്ത് ഈ 2 റക്അത്തായി നമുക്ക് എത്രയും നമസ്കരിക്കാം. ആ നിലക്ക് നമസ്കരിക്കുകയും
നമ്മുടെ ആവശ്യങ്ങൾ സുജൂദിലും തശഹുദിലും റഹ്മാനായ റബ്ബിനോട് പറയുകയും ചെയ്യാം. അതേ സന്ദർഭത്തിൽ ചില ആളുകൾ സ്വലാത്തുൽ ഹാജക്ക് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് സ്വഹീഹാണ്, പക്ഷേ അത് എല്ലാ ആവശ്യങ്ങളുമായും ബന്ധപ്പെട്ടല്ല, മറിച്ച് അത് തൗബയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സ്വലാത്തു തൗബ, തൗബയുടെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ റജുലിൻ, ഏതൊരു വ്യക്തിയും യുദ്നിബു ദൻബൻ, ഒരു പാപം ചെയ്തു പോയി, ഒരു തെറ്റ് ചെയ്തു പോയി, സുമ്മ യഖൂമു ഫയതതഹർ, അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് ശുദ്ധിയാവുകയാണ്, വുളു എടുക്കുകയാണ്, സുമ്മ യുസല്ലി, എന്നിട്ട് നമസ്കരിച്ചു, സുമ്മ യസ്തഗ്ഫിറുല്ലാഹ് ഇല്ലാ ഗഫറ ലഹു, എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപം പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സൂറത്തു ആലു ഇമ്രാനിലെ 135 ആയത്ത് തെളിവായിട്ടോതി, സുമ്മ ഖറഅ ഹാദിഹിൽ ആയ വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവർ ഒരു തെറ്റ് ചെയ്താൽ, ഒരബദ്ധം ചെയ്താൽ അവർ അള്ളാഹുവിനെ ഓർക്കുകയും അവരുടെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി 2 റക്അത്ത് അതിനു മുമ്പേ നമസ്കരിക്കുന്നത് അത് സുന്നത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്തും പണ്ഡിതന്മാർ പറഞ്ഞു, അഥവാ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്താണ്, അതിൻ്റെ തൊട്ടു മുമ്പാണ് ആ വ്യക്തിക്ക് അങ്ങനെ തോന്നിയതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയതെങ്കിൽ, ആ നിർബന്ധ നമസ്കാരത്തിലെ സുജൂദിലും തശഹുദിലും അദ്ദേഹം ദുആ ചെയ്താൽ തന്നെ മതിയാകും. അല്ലെങ്കിൽ മറ്റു സുന്നത്ത് നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങളും ഈ നമസ്കാരത്തിന് മതിയാകും. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരാൾക്കൊരു തെറ്റുപറ്റി എന്നിട്ട് വുളു എടുത്ത് നമസ്കരിച്ചാൽ അതേത് നമസ്കാരവുമാകാം, നിർബന്ധ നമസ്കാരമാകാം, മറ്റു സുന്നത്ത് നമസ്കാരമാകാം, ഖിയാമുൽ ലൈൽ നമസ്കാരമാകാം, ഏതുമാകാം. എന്നാൽ ഇതിൻ്റെ ഒന്നും സന്ദർഭത്തിലല്ലെങ്കിലോ, എങ്കിലും അയാൾക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി മാത്രം തന്നെ നമസ്കരിക്കാവുന്നതാകുന്നു. അതുകൊണ്ട് തന്നെ സ്വലാത്തു തൗബ അല്ലെങ്കിൽ സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ എന്നൊക്കെ പണ്ഡിതന്മാർ പേര് നൽകിയിട്ടുള്ള ഈ ഒരു നമസ്കാരം സ്ഥിരപ്പെട്ടതാണ്. ഇവിടെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റു ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ ആവശ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു വന്നിട്ടുള്ള ഹദീസാകട്ടെ അങ്ങേയറ്റം ദുർബലമാണ്, കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണ്. എന്നാൽ പൊതുവെ നമസ്കാരങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേക പേര് നൽകാതെ തന്നെ നിർബന്ധ നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും നമ്മുടെ ഇഹപര ആവശ്യങ്ങൾ നമ്മുടെ റബ്ബിനോട് നമുക്ക് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം, അതിൽ യാതൊരു തടസ്സവുമില്ല. ഇത്രയുമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ.